61 അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ എടുത്തൊരാൾക്ക് വായിക്കാം. ഹല്ലേലൂയ. എളിയവരോട് സ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകകൊണ്ട് എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപാടൊക്കെ ചെയ്യും. അന്യജാതിക്കാർ നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും. മതി. ഹല്ലേലൂയ. ഇപ്പോ തന്നെ ദൈവത്തിന് ഭയങ്കര അടുത്ത് വരുമ്പോൾ നിങ്ങൾ നമ്മുടെ ദൈവമായ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതിയുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. ഹല്ലേലൂയ. കേൾക്കുന്ന ഈ വചനങ്ങളെല്ലാം വീട്ടിൽ പോരുന്ന് വായിക്കണം. വായിക്കും തോറും ഇത് വെളിപ്പെടാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പറഞ്ഞ എളിയവരോട് സത്യവർത്തമാനം അറിയിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയുടെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. എവിടെ പറയുന്നത് കേട്ടോ? ഇതിന് വചനം പറഞ്ഞ് എളിയവരോട് സത്വർത്തമാനം, എളിയവരോട് ദൈവത്തിനെ കുറിച്ച് പറയാൻ ദൈവം എന്നെ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം ഒന്ന് ചേർന്ന് പറയാമോ? എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയുടെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗ്ഗം ഇവിടെ ഇറങ്ങിയിരുന്ന് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതിന് വചനം പറയുന്നത് എളിയവരുടെ സത്വർത്തമാനം അറിയിപ്പാൻ ദൈവമനെ എന്ത് ചെയ്തിരിക്കുന്നു? അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ 2025 ദൈവത്തിന്റെ ആത്മാവിന്റെ പറയാൻ പറയുന്നു, നിങ്ങളെ ദൈവത്തിന്റെ വേലക്കാരായി ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. എളിയവരോട് സത്യവർത്തമാനം അറിയിപ്പാൻ എന്റെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. 2024 വരെ നിങ്ങൾ പലപ്പോഴും മറ്റുള്ള സുവിശേഷം പറയാതെ ഒരിടത്ത് ബന്ധിക്കപ്പെട്ടവരായിരുന്നെങ്കിൽ ഈ 2025 ദൈവത്തിന് പ്രസംഗിക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ചവരെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, 2024 വരെ നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ 2025 നിങ്ങൾ പ്രസംഗിക്കും. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കാൻ പോകുകയാണ്. വിക്കനായ മോശയോട് കൂടെ ഇരുന്നവൻ, മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ പറയുന്നൊരു കാര്യമാണ്, അല്ലയോ ദൈവമേ, നീ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കണമേ, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞവൻ ഒഴുകഴുകൾ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ദൈവം പറയുന്ന മറുപടി, ഈ ഊമനെ വിക്കലെ സൃഷ്ടിച്ചതാര്? ഞാനല്ലയോ? നിന്റെ വായെ ഞാൻ
ഞാൻ എന്റെ വായാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈ വർഷം പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഞാൻ വിക്കനാണ്, തടുത്ത നാവുള്ളതെന്ന് പറഞ്ഞ് ഒഴിവൊഴി പറയരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ വായെ ദൈവത്തിന്റെ വായാക്കി മാറ്റും. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ പറയേണ്ടത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. നിന്റെ വായെ ഞാൻ എന്റെ വായാക്കി മാറ്റും. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് ചലിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ 2025 നിങ്ങൾ ദൈവത്തിന്റെ സത്വർത്തമാനം വിളിച്ചു പറയുന്നവരായി, ദൈവത്തെ പ്രസംഗിക്കുന്നവരൊക്കെ ദൈവം നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ 2025 ദൈവത്തിന്റെ വേല ചെയ്യാൻ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ എന്റെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒരു നാമധേയ ക്രിസ്ത്യാനിറ്റി ജീവിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ വരുന്നവർ ഒരു നാമധേയ ക്രിസ്ത്യാനി ഇരിക്കാനല്ല ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാം ദൈവത്തെ പ്രസംഗിക്കുന്നവരാക്കി മാറണം, ദൈവത്തെ പ്രസംഗിക്കുന്നവരായി തീരണം, ദൈവത്തിന്റെ ശക്തരായ വേലക്കാരായി മാറണം. ലോകം അറിയപ്പെടുന്ന അഭിഷിക്തരാക്കി ദൈവം നിങ്ങളെ മാറ്റും. ഈ നാളിൽ ദൈവം ഇറങ്ങി നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗ്ഗയുടെ ഇറങ്ങി നിൽപ്പുണ്ട്, എന്റെ യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ജനിക്കുകയാണ്. ഒന്നിനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. എല്ലാ സാഹചര്യങ്ങളും മാറി മറിയാൻ പോകുകയാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ പറയും, നിങ്ങളെ കൊണ്ടൊരു കഴിവില്ല, ഒരു മിടുക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് നിങ്ങളെയാണ് ആവശ്യം. വിക്കനായ മോശയുടെ കൂടെ ഇരുന്നവൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. ഒരു വചനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1:27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർ 1:27 എടുത്തവരാക്ക് വേഗം വായിക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:27 എടുത്തവരാക്ക് വേഗം വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷമായി തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനതമായി തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതിന് ഏതുമില്ലാത്തതിന് തെരഞ്ഞെടുത്തു. മതി. കാരണം ഇവിടെ പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവ ഭോഷന്മാരെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് ആവശ്യമുള്ളത് ഭോഷന്മാരെയാണ്, ജ്ഞാനികളെ അല്ല. അടിച്ചു പറഞ്ഞ് ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് ബലഹീനരെയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, വലിയ ഡോക്ടർമാരെ എഞ്ചിനീയർമാരല്ല ദൈവം തെരഞ്ഞെടുത്തത്. ഒരു സ്കൂളിന്റെ വരാന്ത പോലും കാണാത്തവരാണ് യേശു തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നിങ്ങൾ തിരിഞ്ഞു നോക്ക്, യേശുവിന്റെ ശിഷ്യന്മാർ ആരായിരുന്നു? മീൻ പിടിച്ച് നടന്നവരായിരുന്നു. ഹല്ലേലൂയ. സ്കൂളിന്റെ വരാന്ത പോലും കാണാത്തവരായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലന്മാരുടെ 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, അവര് പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവർ സാമാന്യമായ ജനങ്ങളായിരിക്കാൻ അവർ ആശ്ചര്യപ്പെട്ടു. അപ്പോസ്തലന്മാർ 4:13 അവിടെ കാണാൻ കഴിയും. ഞാൻ പറയാം, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഒരു കഴിവോ ഒരു മിടുക്കോ വേണ്ട, എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഈ ദൈവത്തിന് നിങ്ങളുടെ വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ എന്റെ ദൈവത്തിന് ഈ ദൈവത്തിന് നിങ്ങളുടെ വൻ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നു, എളിയവരുടെ സത്വർത്തമാനം അറിയിപ്പാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇവിടെ പറയുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാനും സിയോനിലേക്ക് ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവനെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കേട്ടോ, ഹല്ലേലൂയ. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനും. എന്തിനു വേണ്ടിയാ ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്നത്? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ. ഒന്നാമത് പറയുന്നത്, ഹൃദയം തകർന്നവരെ എന്തിനു വേണ്ടി? മുറിവ് കെട്ടാൻ. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, തടവുകാർക്ക് വിടുതൽ, തടവിൽ കിടക്കുന്നവർക്ക് വിടുതൽ കൊടുക്കാനും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്,
ബന്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ, ഹല്ലേലൂയ, പിശാച് കെട്ടിയിട്ടിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുപ്പാനും, ഹല്ലേലൂയ. അടുത്ത് യഹോവയുടെ പ്രസാദ വർഷവും, ദൈവത്തിന്റെ പ്രസാദ വർഷം, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രസാദം എന്താണെന്ന് അറിയിപ്പാനും, ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും, അതേപോലെ തന്നെ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയാനും, പ്രസിദ്ധമാക്കുവാൻ, ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാനും, ദുഃഖിച്ച് കിടക്കുന്നവർക്ക് ആശ്വാസത്തെ കൊടുക്കാനും. അടുത്ത് പറയുന്നത് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ ദുഃഖം കൊണ്ട് ചാമ്പലിൽ, വെണ്ണീർന്ന ചാമ്പലിൽ കിടന്ന് കരയുന്നവർക്ക് അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തൊക്കെയാണ് ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം? നിങ്ങൾ ഈ 2025 ദൈവത്തിന് പ്രസംഗിക്കുമ്പോൾ ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ, ഇതാ ദൈവം നിങ്ങളോട് പറയുകയാണ്, എളിയവരുടെ സത്യവർത്തമാനം അറിയിപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്, അവനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഈ 2025 ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് അനേകം പേരെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇത് അനേകം പേരെ വിടുവിച്ചെടുക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് അനേകം പേരെ വിടുവിച്ചെടുക്കാൻ, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാൻ. 1 വചനം പറയുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ. ഹല്ലേലൂയ. നമുക്ക് പുറമേ ഒരു രോഗം വന്നാൽ മുറിവ് കെട്ടാം, മുറിവ് കെട്ടാം. പക്ഷെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടാൻ ഒരു ഡോക്ടർമാർക്കൊണ്ട്, ഒരു എഞ്ചിനീയർമാരെ കൊണ്ട് പറ്റത്തില്ല. മനസ്സിന്റെ വേദന മാറ്റണമെങ്കിൽ ദൈവത്തെ കൊണ്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ഡോക്ടർമാരെ കൊണ്ട് മനസ്സിന്റെ വേദന മാറ്റാൻ കഴിയത്തില്ല. നിന്റെ മനസ്സിന്റെ വേദനകളെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഡോക്ടർമാരെ കൊണ്ട് കഴിയാത്തത്, വൈദ്യന്മാരെ കൊണ്ട് കഴിയാത്തതിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ, ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് പറയാണ്, തടവുകാർക്ക് വിടുതൽ, തടവിൽ കിടക്കുന്നവർക്ക് വിടുതൽ. ഹല്ലേലൂയ. അവരെ തുറന്നു വിടാൻ. ഹല്ലേലൂയ. ഒരു പൗലോസ് ശീലാസം കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. പാടി സ്തുതിച്ചപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങി അവിടെ കയ്യിൽ കാണുന്ന ചങ്ങലകളെല്ലാം അഴിച്ചു മാറ്റി. ഹല്ലേലൂയ. വാതിലുകളെല്ലാം തുറന്നു, തടവുകാരെല്ലാം പുറത്ത് ചാടി, എല്ലാവരും എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ജയിലിനെ ദൈവം തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറയുന്ന പൗലോസ് ശീലാസം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവർ കിടക്കുന്ന ജയിലെന്ന് നോക്കാതെ, രാത്രി 12 മണിയെന്ന് നോക്കാതെ അവർ എന്ത് ചെയ്തു? വായുകളെ തുറന്ന് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗ്ഗം ഇറങ്ങി കാരാഗ്രഹത്തെ തകർത്തപ്പോൾ ജയിലിൽ കിടന്ന സകല തടവുകാരും ഇറങ്ങി രക്ഷപ്പെട്ടതുപോലെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന സകലവരും ബന്ധനങ്ങൾ ആഴ്ന്ന് പുറത്തു പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ വീട്ടിലെ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയി ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ വീട്ടിന്റെ ബന്ധനങ്ങൾ അഴിയുകയാണ്. പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൽ കിടന്ന് അവരെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ കയ്യിൽ കലുണ്ടുന്ന ബന്ധനങ്ങൾ മാത്രമല്ല അഴിഞ്ഞത്. കാരാഗ്രഹത്തിൽ ആരൊക്കെ ബന്ധിക്കപ്പെട്ടവരെ കഴിഞ്ഞു, എല്ലാവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീണ്. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വീട്ടിൽ പോയി കാലെടുത്ത് വെച്ച് യേശുവിനെ പറയുമ്പോൾ തന്നെ എല്ലാ വീട്ടിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ് വീട്ടുകാർ പുറത്തു വരാൻ പോകുകയാണ്. ജയിലിൽ കിടക്കുന്നവർ പുറത്തു വരാൻ പോകുകയാണ്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു ആളുടെ ദൈവദാസൻ നെൽസൺ എന്ന് പറയും. ഹല്ലേലൂയ. അദ്ദേഹം ഒരുപാട് മോഷണ കേസിൽ പ്രതിയായി, പലവിധമായ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് കേസിൽ പ്രതിയായി. അദ്ദേഹം ജയിലിന്റെ അകത്തായി. ജയിലിലായി. ഹല്ലേലൂയ. അങ്ങനെ ജയിലിലായപ്പോൾ ഹല്ലേലൂയ ആരോ പോയി ജീവപര്യന്ത ശിക്ഷയ്ക്കാണ് വിധിച്ചത്. ഹല്ലേലൂയ. ആരോ പോയി ഇങ്ങനെ സുവിശേഷം പറഞ്ഞു, ഏതോ ഒരു ദൈവദാസൻ പോയി സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് അവരെന്ത് ചെയ്ത്? നല്ലത് നടപ്പായത് കൊണ്ട് വേഗം അവരെ ജയിലിൽ നിന്ന് 4-5 വർഷം ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ച ആളിനെ 4-5 വർഷമായപ്പോ തന്നെ എന്ത് ചെയ്തു? പുറത്തിറങ്ങി. പുള്ളിക്കാരൻ മാനസാന്തരപ്പെട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് തുടങ്ങിയത് പാസ്റ്ററായി സഭ തുടങ്ങി. ഹല്ലേലൂയ.
ജയിലിൽ പോയ എന്തിനു വേണ്ടി? മോഷണ കുറ്റത്തിലും അടിപിടി അക്രമത്തിലും കൊണ്ട് തലവേദന ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ ഹല്ലേലൂയ ഒരു സുവിശേഷകൻ പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ശാപം തുടങ്ങി. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. നീ പോയി സുവിശേഷം പറയുമ്പോൾ ജയിലിൽ കിടക്കുന്നവർ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. നീ പോയി ഹല്ലേലൂയ സുവിശേഷം പറയുമ്പോൾ ജയിലിൽ കിടക്കുന്ന മാനസാന്തരം. വേറൊരു ബ്രദറിനെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങളെ കൂടെ കുറെ ആളൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം ഭയങ്കര കള്ളുകുടി, ഭയങ്കര പ്രശ്നത്തിലേക്കായി. ഹല്ലേലൂയ. അദ്ദേഹം ഒരു പീഡന കേസിൽ ജയിലിലായി കിടക്കുമ്പോൾ ഹല്ലേലൂയ അദ്ദേഹത്തിന് പോയി ആരും പോയി സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. 3 മാസം ജയിലിൽ കിടന്നു. 3 മാസം കിടന്നപ്പോൾ ആരും പോയി സുവിശേഷം പറഞ്ഞു. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇതേപോലെ ഞാൻ പറയാം, മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമയായി, കഞ്ചാവിന് അടിമയെ, കൊലപാതകത്തിന് അടിമയെ, മോഷണത്തിന് അടിമയെ കിടക്കുന്നവരോട് നിങ്ങൾ സുവിശേഷം പറയാൻ തയ്യാറായ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഹല്ലേലൂയ. അവരെല്ലാം വിടിവിക്കപ്പെട്ട് പുറത്തു വരാൻ തുടങ്ങി. ഹല്ലേലൂയ. നാട്ടുകാർ, വീട്ടുകാർ, കോടതിയെല്ലാം എഴുതിത്തള്ളി, പോലീസുകാർ എഴുതിത്തള്ളി, ജഡ്ജി അവരെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവർ ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുകയാണ്. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? സുവിശേഷം പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ വിടിവിക്കപ്പെടും. കള്ളു കുടിക്കുന്നവരോട് സുവിശേഷം പറയാൻ ധൈര്യമുണ്ടോ? അവർ വിടിവിക്കപ്പെടും. കഞ്ചാവ് ഉപയോഗിക്കുന്നവരോട് സുവിശേഷം പറയുന്നത് റെഡിയാണോ? അവർ വിടിവിക്കപ്പെടും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ സുവിശേഷം പറയാത്തത് കൊണ്ടാണ് അവർ വിടിവിക്കപ്പെടാത്തത്. ഹല്ലേലൂയ. എത്ര പേരാണെങ്കിലും ശരി തന്നെ, എങ്ങനെയുള്ള ആളാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ അവർ സുവിശേഷം പറയാൻ തുടങ്ങി നോക്കെ, അവരെല്ലാം വിടിവിക്കപ്പെടാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇവിടെ വെളിപ്പെടുന്നു. സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാണ്. ഹല്ലേലൂയ. ഇതാ പറയുന്നു, ഇതാ തടവുകാർക്ക് വിടുതൽ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, തടവുകാർക്ക് ഹല്ലേലൂയ സ്വാതന്ത്ര്യവും, ഹല്ലേലൂയ തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയാനും, മറ്റുള്ളവരെല്ലാം ഇവൻ കൊള്ളത്തില്ല, ഇവൻ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബന്ധിച്ച് ജയിലിട്ടിരിക്കുമ്പോൾ, ബന്ധനത്തിന് കൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. ആരൊക്കെ നിങ്ങളെ തള്ളിയാലും, ആരൊക്കെ നിങ്ങളെ ഒതുക്കിയാലും, ആരൊക്കെ നിങ്ങൾ ശിക്ഷിച്ചാലും ദൈവത്തിന് നിങ്ങളോട് പ്രസാദം തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ ദൈവത്തിന് നിങ്ങളെയാണ് ആവശ്യം. ദൈവത്തിന് ജ്ഞാനികളെല്ലാം ആവശ്യം, ദൈവത്തിന് സമ്പന്നന്മാരെല്ലാം ആവശ്യം, ദൈവത്തിന് നല്ലവരെല്ലാം ആവശ്യം. യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്. ഹല്ലേലൂയ. ഈ 2025 നിങ്ങൾ അനേകം പേരെ പിടിച്ചെടുക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അനേകം പേരെ നേടുന്ന ദിവസങ്ങളായി മാറട്ടെ. ഈ ജനുവരി മുതൽ ഹല്ലേലൂയ ഞാൻ പറയാം, നിങ്ങൾ അനേകം പേരെ പിടിച്ചെടുക്കുന്നവരായി മാറട്ടെ. സൂചന പറയുന്നവരെ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ഞാൻ പറയുമ്പോൾ തന്നെ ബന്ധിക്കപ്പെട്ടവർ അഴിയുകയാണ്, കെട്ടെല്ലാം പൊട്ടുകയാണ്. ഇതിന് ഭയങ്കരമായ ദൈവമകത്വം വെളിപ്പെടുകയാണ്. എല്ലാ ബന്ധം നിങ്ങൾ ഈ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാ മദ്യപാന സ്പിരിറ്റുകൾ അഴിയും, കഞ്ചാവിന്റെ സ്പിരിറ്റിൽ അഴിയും, ലഹരിയുടെ സ്പിരിറ്റിൽ അഴിയും, സകല മോശ സ്പിരിറ്റ്, സകല പ്രശ്നങ്ങൾ അഴിഞ്ഞു മാറും. നിങ്ങൾ പറയാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചെലുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങിയിട്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മകത്വം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാരോട് ഇറങ്ങിയിരിപ്പുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കേണ്ടതിനും
ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാൻ. ഹല്ലേലൂയ. ദുഃഖിച്ച് കിടക്കുന്നവർക്ക് ആശ്വാസത്തെ കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് ദുഃഖിച്ചാണോ നിങ്ങൾ കിടക്കുന്നത്, നിങ്ങളതിന് അവർക്ക് ആശ്വാസത്തെ കൊടുക്കണം. ഹല്ലേലൂയ. ദുഃഖിതന്മാർക്ക് ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവരെ ദുഃഖം വന്നാൽ എന്ത് ചെയ്യും? ദുഃഖം കൂടുമ്പോൾ വെണ്ണീറിലിരുന്ന് ചാമ്പലിരുന്ന് അവർ എന്ത് ചെയ്യും? രട്ടെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അതാണ്. അവർ ചാമ്പലെല്ലാം പുഴിയെല്ലാം ദേഹത്ത് വാരിയിട്ട് ചാമ്പലെല്ലാം ദേഹത്ത് വാരിയിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കാരണം ദുഃഖം കഠിനമാകുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ ദുഃഖത്തിൽ കിടക്കുന്ന നിങ്ങൾ പോയി പറയണം, നിന്റെ ദുഃഖകാലം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ദേഹത്ത് ചാമ്പൽ വാരിയിട്ടതിന് പകരം, പൂഴി വാരിയിട്ടതിന് പകരം അവിടെ ദേഹത്ത് നിങ്ങൾ എന്തിൽ വാരിയിടണം? അലങ്കാരമാല. ഹല്ലേലൂയ. അവിടെ ശരീരം പൂമാലകൾ വാരിയിടണം. ഹല്ലേലൂയ. വചനം പറയുന്നത് അവിടെ ശരീരത്തിൽ അലങ്കാരമാല പൂമാലയും. ഹല്ലേലൂയ. ദുഃഖത്തിന് പകരം ആനന്ദത്തായാലും. ഹല്ലേലൂയ. ദുഃഖിച്ച് കരഞ്ഞതിന് പകരം ആനന്ദത്തായാലും. അടുത്ത് പറഞ്ഞ വിഷണ മനസ്സിന് പകരം. ഹല്ലേലൂയ. വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ മന്ത്രിമാരൊക്കെ വരുമ്പോ കണ്ടിട്ടില്ലേ? ആദ്യം പോയി ഒരു മാല ഇട്ട് കൊടുക്കും, പിന്നെ ഒരു മേലാട കൊണ്ടിട്ട് കൊടുക്കും അല്ലേ? നമ്മൾ ചില കസവിലൊക്കെയുള്ള സ്വർണ്ണ പുടവ എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്യും? അവർ ശരീരത്തിൽ ഒരു മേലാട കൊണ്ടിടും. ഹല്ലേലൂയ. അതേപോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, തകർന്ന് തകർന്ന് മരണം മാത്രം മുന്നിൽ കണ്ട് കിടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ കഴുത്തിലൊരു ദുഃഖത്തിന് പകരം പൂമാല ഇട്ട് കൊടുത്തിട്ട്, ചാമ്പന് പകരം എന്ത് ചെയ്യണം? പൂമാല ഇട്ട് കൊടുത്തിട്ട് അവരെ വിഷണ്ട മനസ്സിന് പകരം തകർന്ന ആത്മകത്തിന് വക്കി നിൽക്കുമ്പോൾ അവർ പോയി സ്തുതി എന്ന മേലാട നിങ്ങൾ കൊണ്ട് ധരിപ്പിക്കണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ആൾക്കാർ, മന്ത്രിമാർ, MLA-മാരൊക്കെ വരുമ്പോഴാണ് അവരെയൊക്കെ ആദരിക്കുന്നത്. ഏതെങ്കിലും പാവപ്പെട്ടവനെ ആദരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാവപ്പെട്ടവനെ എവിടെയെങ്കിലും ആദരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ദുഃഖിച്ച് കിടക്കുന്നവർക്ക്, ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കണം. അവരെ നിങ്ങൾ പൂമാല അണിയിക്കണം. അവരെ നിങ്ങൾ മേലാട ധരിപ്പിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. പാവപ്പെട്ടവരെ നിങ്ങൾ പോയി അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ്, ഹല്ലേലൂയ, അവിടെ ദുഃഖത്തിന് പകരം പൂമാലയും വിഷണ്ട മനസ്സിന് പകരം നിങ്ങൾ മേലാടെ ധരിപ്പിക്കണം. മേലാടെ ധരിപ്പിക്കണം. മേലാടെ ധരിപ്പിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയവർക്ക് വേണ്ടിയാണ് പൂമാലയും ഇതാ മേലാടയൊക്കെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, പാവപ്പെട്ടവനെ വിളിച്ചു നിർത്തി, ദുഃഖത്തിൽ കിടക്കുന്നവനെ വിളിച്ചു വരുത്തി, നീ അവന് പൂമാലയും അവന് മേലാടെ നീ ധരിപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞ്, യേശു വിളിച്ചു പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് ഹല്ലേലൂയ നീതിമാന്മാരെ തേടിയല്ല, ഞാൻ വന്നത് പാപികളെ തേടി. ഹല്ലേലൂയ. പാപികളെ തേടി വന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ഉച്ചകളിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. കരങ്ങളടിക്കുന്നവരെ സ്തുതിക്ക്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാലം ചലിക്കണം. വിട്ടോളമല്ല, അരളം പോരാ, നീന്തിയിട്ടല്ലാതെ കടമ്പ മകിയാതെ വേണം. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലോടെ വ്യാപരിക്കുന്നു. മനസ്സിലാകുന്നോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ സുവിശേഷമായി ഇറങ്ങണം, ദൈവത്തിന്റെ വചനമായി ഇറങ്ങണം. അതിനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അല്ല എല്ലാ ഞായറാഴ്ച വരിക, പ്രാർത്ഥിക്കുക, വീട്ടിൽ പോവുക, സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല. അയ്യോ, നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത് എന്റെ കാര്യം നടക്കണം, ഞാൻ അനുഗ്രഹിക്കപ്പെടണം, അതിനു വേണ്ടിയാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അത് മാറി ഈ പുതിയ വർഷം മുതൽ പറയണം, കർത്താവേ, ഞാൻ അനേകം പേരെ കർത്താവിനോട് നേട്. ഹല്ലേലൂയ. ഞാൻ ദുഃഖിക്കുന്നവരോട് യേശുവിനെ കുറിച്ച് പറയും. ഞാൻ ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടും. ഞാൻ ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കാം. ഞാൻ ഇതാ പാപത്തിൽ കിടക്കുന്നവരെ ഞാൻ രക്ഷിക്കും. ഇതാ ദുഃഖത്തിന്റെ ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവർക്ക് പൂമാല ഞാൻ അണിയിക്കും, അവർക്ക് മേലാട ഞാൻ അണിയിക്കും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കരുത്. എല്ലാ ഞായറാഴ്ച പ്രാർത്ഥനക്കാരെ വീട്ടിൽ പോകും, പ്രാർത്ഥനക്കാരെ വീട്ടിൽ പോകും. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നത് മതിയാക്കിയിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വേല കൂടെ ചെയ്യണം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരെ പറയണം. ദുഃഖത്തിൽ കിടക്കുന്നവർക്ക് ആശ്വാസത്തെ പകരണം. ജയിലിൽ കിടക്കുന്നവർ സൂചന പറയണം. ബന്ധിക്കപ്പെട്ടവരെ വിടുവിച്ച് അയക്കണം. നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും.
മനസ്സിലാക്കുന്നത് ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഒരൊറ്റ വ്യക്തിക്ക് നേടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവരെ ദൈവഭക്തി കൊണ്ടുവരാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ഇതിന്റെ വചനം പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് സർവ്വലോകത്തേക്കാൾ വിലയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തുകൊണ്ട് അവൻ രക്ഷ പ്രാപിക്കും? ഹല്ലേലൂയ. അവന് ഈ സർവ്വലോകത്തുള്ള എല്ലാം നേടിയാലും ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ഹല്ലേലൂയ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ഹല്ലേലൂയ. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഹല്ലേലൂയ. അദ്ദേഹം 35-ാമത്തെ വയസ്സിൽ തന്നെ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ. ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. എല്ലാ രാജ്യങ്ങളെയും പോയി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ഹല്ലേലൂയ. ഇനി തോൽപ്പിക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. അവസാനം കടലിനെ നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഹേ കടലേ, നീ ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കീഴ്പ്പെടുത്തുമായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ അദ്ദേഹം ചിരിച്ചു. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അദ്ദേഹത്തെ ഒരു കൊതുക് വന്ന് കടിച്ചു. എന്ത് കടിച്ചു? ഒരു കൊതുക് വന്ന് കടിച്ചു. ഹല്ലേലൂയ. ലോകത്തെ മുഴുവൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചവനെ ഒരു കൊതുക് കടിച്ചു. ഹല്ലേലൂയ. അവൻ അടുത്ത ദിവസം പനി പിടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിന്റെ വൈദ്യന്മാരെല്ലാം വന്ന് ചികിത്സിച്ചു. അടുത്ത ഒരു സൗഖ്യം കിട്ടിയില്ല. അടുത്ത രാജ്യത്തുള്ള ആൾക്കാരെ കൊണ്ട് നോക്കാൻ പറഞ്ഞു. അവരെല്ലാം വന്ന് ചികിത്സിച്ചു. എന്നിട്ട് ഒരു സൗഖ്യമില്ല. എല്ലായിടത്തുള്ള വൈദ്യമരുന്ന് ചികിത്സിച്ചിട്ടും അവന്റെ പനി മാറിയില്ല. അവനിപ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇത് അടുത്ത കട്ടിലോട് കിടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പൊ കട്ടിലിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഹല്ലേലൂയ. വൈദ്യന്മാരെല്ലാം പറഞ്ഞു, രാജാവേ, ഇനി ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ല, ഞങ്ങൾക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൈ കഴിഞ്ഞു. അലക്സാണ്ടറിന് 35 വയസ്സാണ്. ഹല്ലേലൂയ. നല്ല ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഞാനിനി മരിക്കും. ഏതാനും ദിവസങ്ങളിൽ കൂടെ ഞാൻ ജീവിച്ചിരിക്കില്ല. കാരണം ഇപ്പൊ തന്നെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഹല്ലേലൂയ. എന്നാലും അദ്ദേഹം ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ചില ദിവസങ്ങളിൽ കൂടെ കഴിയുമ്പോൾ ഞാൻ മരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ശവപ്പെട്ടിയുടെ അപ്പുറം ഇപ്പുറം 2 ഹോൾ ഇട്ടിട്ട് എന്റെ 2 കൈ പുറത്തിടണം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, ഇതാ അലക്സാണ്ടർ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും വെറും കൈയോടെ ഞാൻ പോകുന്നു. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞ് എന്റെ കുഴിക്കാത്ത് ഹല്ലേലൂയ ധാരാളം വജ്രങ്ങൾ രക്തങ്ങൾ കൊണ്ട് ഇടണം. ഹല്ലേലൂയ. എന്നിട്ട് വിളിച്ചു പറയണം, ഇതാ ഈ വജ്രങ്ങൾ രക്തങ്ങൾ കോടിക്കണക്ക് സമ്പത്തുള്ള ഞാൻ ഇതാ വെറും കൈയോടെ പോകുന്നു. ഇതാ ഒരു കൊതുവിന്റെ മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. അത്രയോട് ഞാൻ പറയാം, ഒരു അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും അവൻ വെറും കൈയോടെ മടങ്ങിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നീ സർവ്വലോകം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാൾ വിലയുണ്ട്. അവനോട് സുവിശേഷം പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. നിനക്ക് വലിയ പ്രതിഫലം എന്റെ ദൈവം തരികയാണ്. ഹല്ലേലൂയ. അതേപോലെ ഞാൻ പറയാം, നമ്മൾ എന്തൊക്കെ തന്നെ സമ്പാദിച്ചു ഒന്നും നമ്മളോട് വരത്തില്ല, വെറും കൈയോടെ പോകേണ്ടി വരും. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ നായകനും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ പൈതലായി ജീവിച്ചാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സമ്പത്ത് നമ്മളെ രക്ഷിക്കത്തില്ല, ഇവിടുത്തെ വസ്തുവകൾ നമ്മളെ രക്ഷിക്കത്തില്ല, ഈ ലോകത്തിലെ ഒന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മൾ പോകുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പോയതുപോലെ വെറും കൈയോടെ പോകേണ്ടി വരും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി ജീവിച്ച അവനോടൊപ്പം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന കള്ളൻ, ഒരു ഭാഗത്ത് കിടന്ന കള്ളൻ യേശുവിനെ തള്ളി പറഞ്ഞു, മറ്റേ കള്ളൻ പറഞ്ഞു, എടാ നീ മിണ്ടാതിരി, നമ്മൾ കുറ്റം ചെയ്തിട്ടാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്. യേശു ആണെങ്കിലോ ഒരു ശിക്ഷയും ചെയ്തിട്ടില്ല, അവനൊരു കുറ്റവും ചെയ്യാതെയാണ് ഇത് ശിക്ഷ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിന് പറയുന്ന കാര്യം, അല്ലയോ യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അവൻ കള്ളനാണെങ്കിലും ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവനൊരു മനസ്സുണ്ടായി. യേശു പറഞ്ഞ കാര്യം, നീ ഇന്ന് എന്നോടുകൂടെ പരദേശിലിരിക്കുക. ഹല്ലേലൂയ. അവനൊരു വെളിപ്പാടുണ്ടായി.
വെളിപ്പാടുണ്ടായി. ആ കള്ളനൊരു വെളിപ്പാടുണ്ടായി. അവനൊരു വെളിപ്പാടുണ്ടായി. കാരണം എന്താണ് വെളിപ്പാട്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനൊരു കുറ്റവും ചെയ്യാതെയാണ് ശിക്ഷ അനുഭവിക്കുന്നത്. എന്റെ യേശു രാജാവാണെന്ന വെളിപ്പാട് അവനുണ്ടായി. ഹല്ലേലൂയ. ഉടനെ തന്നെ യേശു പറഞ്ഞ മറുപടി, ഞാൻ നീ ഇന്ന് എന്നോടുകൂടെ പരദേശിയിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായ? ലോകം പറയും അവൻ കള്ളനാണ്, കൊലപാതകയാണ്, മോശം എന്നൊക്കെ പറയും. പക്ഷെ ദൈവം പറയുന്നേ അവനൊരു മാനസാന്തരം ഉണ്ടായി. മാനസാന്തരം ക്രൂശിൽ വെച്ച് അവനൊരു മാനസാന്തരം ഉണ്ടായി. അവനെ കൊണ്ടാണ് എന്റെ ദൈവം സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ഹല്ലേലൂയ. ഇതേപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ സുവിശേഷം നിങ്ങൾ പറയാൻ തയ്യാറാവണം. അനേകം പേര് വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, ഹല്ലേലൂയ, ദേശ വിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിത്യമാകാത്തവും തലമുറയായുള്ള ആനന്ദമാക്കി തീർക്കും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഹല്ലേലൂയ, അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതറ എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങൾ ശൂന്യമായി കിടക്കുന്ന പുരാതന ശൂന്യങ്ങളെ പണിയുന്നവരായി ദൈവം മാറ്റും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ നീതി വൃക്ഷങ്ങൾ എന്ന് പേര് വിളിക്കുകയും യഹോവയുടെ നടുതല എന്ന് പേരാകും. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ടോ, നിങ്ങൾ നീതി വൃക്ഷങ്ങൾ, നിങ്ങൾ നന്മ മരങ്ങൾ എന്ന് പേര് വിളിക്കുകയും യഹോവയുടെ നടുതല എന്ന് പേരാകും. നിങ്ങൾ എന്ത് ചെയ്യും? പുരാതന ശൂന്യങ്ങളെ പണിയും, പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയെ നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും. പരദേശിക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിത്തീരും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾ പേരാകും. ഹല്ലേലൂയ. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവിടെ മഹത്വത്തിന്റെ അവകാശികളായിത്തീരും. ഹല്ലേലൂയ. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്ന കേട്ടോ, നിങ്ങൾ പുരാതന ശൂന്യങ്ങളെ പണിയുന്നവരാക്കി ദൈവം മാറ്റും. പൂർവന്മാരുടെ പട്ടണങ്ങളിലെ കേടുപാട് മാറ്റുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, പരദേശിക്കാർ, മറ്റുള്ള ജാതിക്കാർ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യും. അവർ നിങ്ങളുടെ ആട്ടിൻകുട്ടങ്ങളെ മേയ്ക്കും. നിങ്ങളുടെ കൃഷികൾ അവർ വന്ന് ചെയ്തു തരും. നിങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളെ അവർ വന്ന് നനയ്ക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിനെ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണോ? യേശുവിനെ പ്രസംഗിക്കാൻ തയ്യാറാണോ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ചില ശുശ്രൂഷകന്മാർ ദൈവം ഇറങ്ങി അവർ കഷ്ടപ്പെട്ട് ഇന്ന് നോക്കുമ്പോൾ അവർ ഉന്നത നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവര് തുടക്കക്കാലം ഇങ്ങനെയല്ല. അവർ ദൈവത്തിനോട് ഉറച്ചുന്ന കഷ്ടതയും കണ്ണുനീരും പ്രശ്നങ്ങളും പ്രതികൂലത്തിലൂടെ നടന്നുപോയി. പക്ഷെ അവർ ദൈവത്തെ വിട്ടുപിരിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് എന്താണെന്ന് അറിയാമോ? ദൈവം അവരെ പണിത് ഉയർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതേപോലെ ഞാൻ പറയാം, നിങ്ങളുടെ തലമുറകളെ എന്റെ ദൈവം പണിത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ കഷ്ടത നിന്ദകളെല്ലാം വലിയ അനുഗ്രഹമാക്കി ദൈവം മാറ്റി. വചനം പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ നിന്ദകൾ, ഹല്ലേലൂയ, കഷ്ടതയെല്ലാം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ നിന്ദകൾ, ഹല്ലേലൂയ, നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. നിങ്ങൾ ആയിരമെങ്കിലും തല കുനിച്ചിട്ടുണ്ടോ? നിങ്ങൾ നാണം കെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വചനം പറയുന്നു, അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. നിങ്ങൾക്ക് വലിയ ഓഹരികൾ കിട്ടും. ഹല്ലേലൂയ. നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വരും. ദൈവത്തിന് ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കുക. നിങ്ങൾ തല ഉയർത്തി നിൽക്കും. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, അങ്ങനെ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിങ്ങൾക്ക് നിത്യാനന്ദം ഉണ്ടാകും. നിങ്ങളുടെ ദേശത്ത് എന്ത് പ്രാപിക്കും? ഇരട്ടി അവകാശം. പറ, ഇരട്ടി അവകാശം. നിങ്ങളുടെ ദേശത്ത് മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ ഇരട്ടി അവകാശം നിങ്ങൾ പ്രാപിക്കും. നിത്യാനന്ദം എന്റെ ദൈവം നിങ്ങൾക്ക് തരും.
ഇന്നത്തെ കഷ്ടതയും കണ്ണുനീരിന് പകരം, ഇന്നത്തെ ദുഃഖത്തിന് നിലവിളിക്ക് പകരം എന്റെ ദൈവം ഇരട്ടി അവകാശം തരികയും നിത്യാനന്ദം ദൈവം നിങ്ങളുടെ മേൽ പകരുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിന് ഭയങ്കര മകത്തോടെ ചലിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ദുഃഖിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. നിങ്ങളെ തകർക്കാൻ അനേകം പേർ നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾ നോക്കി കുത്തുവാക്കുകൾ പലരും പറയും. അയ്യോ, നീ എന്തെങ്കിലും കിടക്കുമെന്ന് ചോദിക്കും. നീ ദൈവത്തെ ആരാധിക്കുന്നവളല്ലേ, നീ പ്രാർത്ഥിക്കുന്നവളല്ലേ, നിനക്ക് മാത്രം എന്താണ് പ്രശ്നമെന്ന് പലരും പറയും. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയ്ക്ക് പോവല്ലെന്ന് പറയും. പക്ഷേ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് പോകണം. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. മറ്റുള്ള യേശുവിനെ കുറിച്ച് പറയും. ഇവിടെ പറയുന്നു, നാണത്തിന് പകരം അവൻ നിനക്ക് അനുഗ്രഹം തരും. ഹല്ലേലൂയ. ലജ്ജയ്ക്ക് പകരം അവൻ നിനക്ക് ഓഹരി തരും. ഓഹരി തരും. നിന്റെ വചനം പറയുന്നു, നിന്നെ ആരൊക്കെ നിന്ദിച്ചോ, ആരൊക്കെ നിന്നെ പരിഹസിച്ചോ, നിന്റെ ദേശത്ത് ദൈവം നിനക്ക് ഇരട്ടി അവകാശം തരും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നിനക്ക് തരും. നിനക്ക് ഇരട്ടി അവകാശം ദൈവം തരും. ഇയ്യോബിനെ അനുഗ്രഹിക്കുന്ന പോലെ എന്റെ ദൈവത്തിനെ അനുഗ്രഹിക്കും. ഇത് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നിത്യമായ ആനന്ദം ദൈവം നിന്റെ മേൽ പകരപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഒരു അസാധാരണമായ ദൈവത്തിന് ഭയങ്കര മകൻ വിഭാഗത്തിന് വ്യാപരിക്കുന്നു. സ്വർഗ്ഗോട് ഇറങ്ങി നിൽപ്പുണ്ട്. എന്റെ യേശു ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. ഈ സ്വർഗ്ഗോട് ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയോടെ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. വലിയ സന്തോഷം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. എല്ലാ ദുഃഖങ്ങളും കർത്താവ് മാറ്റുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിന് പകരം അവൻ നിങ്ങളുടെ ഭൂമാല കൊണ്ട് അണിയിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് വിഷണ്ണ മനസ്സിന് പകരം അവൻ അലങ്കാര മാല കൊണ്ട് മൂടുകയാണ്. ഹല്ലേലൂയ. അവൻ മേലാണ് നിങ്ങളെ ധരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖത്തിന് പകരം എന്റെ ദൈവം നിങ്ങളുടെ ഭൂമാല അണിയിക്കുകയാണ്. ഓ ജീസസ്. കഴിഞ്ഞ നാൾ ഒരുപാട് നിങ്ങൾ കരഞ്ഞു, ഒരുപാട് നിങ്ങൾ വേദനിച്ചു. അതിന് പകരം എന്റെ ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് പകരം ഭൂമാല ദൈവം നിങ്ങൾ അണിയിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റും? എന്റെ ദൈവം പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരിന് പകരം അവൻ നിങ്ങളെ ഭൂമാല അണിയിപ്പിക്കുകയാണ്. ഓ ജീസസ്, ജീസസ്. ഭൂമാല അണിയിപ്പിക്കുകയാണ്. എന്റെ ദൈവം നിങ്ങളെ ഭൂമാല അണിയിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖത്തിന് പകരം. ഓ ജീസസ്. അയ്യോ, ഞാൻ എവിടെ പോയാൽ എനിക്കൊരു സമാധാനം കിട്ടും, എവിടെ പോയാൽ എന്റെ പ്രശ്നം മാറും എന്ന് പറയും നിങ്ങൾ ഓടിയാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ദൈവം പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരിന് പകരം, നിങ്ങളുടെ കണ്ണുനീരിന് പകരം അവൻ നിങ്ങളെ ഭൂമാല അണിയിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നിലവിളിക്ക് പകരം, വിഷണ്ണ മനസ്സിന് പകരം, തകർന്നിരിക്കുന്ന മനസ്സിന് പകരം അവൻ നിങ്ങളെ മേലാട് അടിയിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ദുഃഖത്തിന് പകരം അവൻ നിങ്ങളെ ഭൂമാല അണിയിപ്പിച്ച്, നിങ്ങളെ വിഷണ്ണ മനസ്സിന്, തകർന്ന മനസ്സിന് പകരം അവൻ നിങ്ങളെ മേലാട് അണിയിപ്പിച്ച്, നിങ്ങളുടെ നിന്ദയ്ക്ക് പകരം അവൻ നിങ്ങൾക്ക് വലിയ ഓഹരി നൽകി, നിങ്ങളുടെ ലജ്ജയ്ക്ക് പകരം അവൻ ഇരട്ടി അവകാശം തന്ന് നിങ്ങളുടെ ദേശത്തിന്റെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. ഈ ദേശം നിങ്ങളെ ഓട്ടിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ദേശത്തിന്റെ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. ഞാൻ പറയാം, ഈ ദേശത്ത് എന്റെ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാം, ഈ പ്രാർത്ഥനയുടെ നിർത്താൻ പലരും ആഗ്രഹിക്കുന്നു, ഓട്ടിക്കാൻ നോക്കുന്നു. പക്ഷെ ഞാൻ പറയാം, ഈ ദേശത്ത് ഇരട്ടിയായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇരട്ടി അവകാശം ഇപ്പൊ ഉള്ളവരെക്കാൾ ഇരട്ടി അവകാശം ഈ പട്ടണത്തിന്റെ ദൈവം നമുക്ക് ധരിക്കുകയാണ്. സ്വന്തപ്പെട്ട വസ്തു ചേർന്ന് ദൈവം ധരിക്കുകയാണ്. ആർക്ക് തൊടാൻ കഴിയാതെ വേണം, ആർക്ക് ഓട്ടിക്കാൻ കഴിയാതെ വേണം, ആർക്കും നമുക്കെതിരെ നിൽക്കാൻ കഴിയാതെ വേണം. ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലയുടെ വെളിപ്പെടുകയാണ്. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ഇന്നാത്മ മാറിക്കൊണ്ട് നിറക്കേണമേ, ഇന്നാത്മ മാറിക്കൊണ്ട് നിറക്കേണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകു പോലൊരുക്കേണമേ, ഇന്നു മെഴുകു പോലൊരുക്കേണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ തേജസ്സുള്ളിലാകുന്നു, ദൈവത്തിന്റെ തേജസ്സുള്ളിലാകുന്നു. മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, എന്റെ രക്ഷകനായ യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എന്റെ രക്ഷകനായ യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും.
കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ആത്മസന്തോഷം ആത്മസന്തോഷം ആത്മമാരിക്കൊണ്ടു ദൈവത്തിന്റെ പ്രകാശിക്കാവേണം വെളിച്ചമായി പ്രകാശിക്കാവേണം വെളിച്ചമായി ദൈവത്തിന്റെ തേജസ്സിനുള്ളിലെ ദൈവത്തിന്റെ തേജസ്സിനുള്ളിലെ പ്രകാശിക്കാവേണം വെളിച്ചമായി പ്രകാശിക്കാവേണം വെളിച്ചമായി ആത്മനീലങ്ങളെ ഒരു തീരുവാ ആത്മനീലങ്ങളെ ഒരു തീരുവാ സ്വർഗസിയോനിലെ വിട്ടുവിടപ്പാ സ്വർഗസിയോനിലെ വിട്ടുവിടപ്പാ നല്ലവണ്ണമാത് ഫലം കൊടുപ്പാം നല്ലവണ്ണമാത് ഫലം കൊടുപ്പാം ആത്മതുള്ളിക്കൊണ്ട് നനയ്ക്കണമേ ആത്മതുള്ളിക്കൊണ്ട് നനയ്ക്കണമേ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ ആയ രോഗത്തിന് ചേർന്ന് നിൽക്കാതെ ആയ രോഗത്തിന് ചേർന്ന് നിൽക്കാതെ എന്റെ രക്ഷകനായ യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും എന്റെ രക്ഷകനായ യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും ആത്മസന്തോഷം കൊണ്ടാണെത്തിപ്പാ ആത്മസന്തോഷം കൊണ്ടാണെത്തിപ്പാ ഇന്നാത്മായി കൊണ്ട് നിറയ്ക്കണമേ ഇന്നാത്മായി കൊണ്ട് നിറയ്ക്കണമേ പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീക്കി പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീക്കി പോകട്ടെ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നുമെഴുകുപോലൊരുക്കേണമേ ഇന്നുമെഴുകുപോലൊരുക്കേണമേ കരങ്ങളെടുത്ത് ദൈവത്തെ ബോധനെ വലിയ ആത്മസന്തോഷം കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ് ഓ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് പകൽക്കാല ദൈവ ആത്മമാരിയാൽ കൊണ്ട് നിറയ്ക്കുകയാണ് ദൈവത്തിന് ഭയങ്കര സന്തോഷം നിത്യാനന്ദം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ് ദുഃഖത്തിന് പകരം ഭൂമാല ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ് ദുഃഖത്തിന് പകരം ഭൂമാല വെളിപ്പെടുകയാണ് ദുഃഖത്തിന് പകരം ഭൂമാല വെളിപ്പെടുകയാണ് ദുഃഖത്തിന് പകരം ഭൂമാല വെളിപ്പെടുകയാണ് ഇപ്പോൾ വിശന്ന മനസ്സിന് പകരം മേലാണ് നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ് ഇപ്പോൾ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരമെടുപ്പ് നിങ്ങളുടെ ഹൃദയം തുറക്കിയിരിക്കുന്ന അവസ്ഥയായിരിക്കാം നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന അവസ്ഥയാണ് പല പ്രശ്നങ്ങളോട് നിങ്ങൾ ഭാരപ്പെട്ട ഇന്ന് പകൽക്കാലം കയറി വന്നത് മനസ്സ് തകർന്നായിരിക്കും ഇവിടെ കയറി വന്നത് വചനം പറയുന്നു എന്റെ ദൈവം നിങ്ങളുടെ ഹൃദയം തകർന്നവരെ അവൻ മുറിവ് കെട്ടുകയും നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ സൗഖ്യമാക്കി ചെയ്യുന്നവൻ ഓഹോ ഇന്ന് പകൽക്കാലം കർത്താവ് ഇറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ജനിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ സകല ദുരാത്മാക്കളായിരുന്നു ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ജനിക്കുന്നു യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ വിഭാഗനെ ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ചലിക്കണേ. യേശുവിന്റെ നാമത്തിൽ. ഓ ഇത് പക്കത്തിൽ നിങ്ങൾ കരഞ്ഞെടുക്കുമ്പോൾ തന്നെ എല്ലാ കെട്ടുകളും പൊട്ടി മാറുന്നു. നിങ്ങളുടെ കെട്ടുകൾ മാത്രമല്ല പൊട്ടി. ദേശം ഭയങ്കര വിടുതൽ നടക്കുകയാണ്. ഈ ദേശത്തിൽ ഭയങ്കര വിടുതൽ വ്യാപരിക്കണം. ദേശത്തിൽ ഭയങ്കര വിടുതൽ നടക്കുകയാണ്. ഈ ദേശത്തിൽ ഭയങ്കര വിടുതൽ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിഭാഗനെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഈ ദേശത്തിന് ഭയങ്കര വിടുതൽ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. Oh, Ida, Radha, 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 Rama, Rake, Rake, Rake. Oh, Jesus, 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 Jesus. Eshwara, Jayam, Salavida, Rija, Rika Bala, Riko, 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 Baba, Rika Baba, Eshwara, Jayam, Rika, Radha, Rama, Re, Radha, Na, Raka, Raka, Rake, Rake, Radha. Oh, Eshwara, Jayam, Salavida, Rija, Rika Bala, Rigo, Baba, Jesus, Baba, Jaya, Ivana, Urasa, ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നൽകിയാണ്. സ്വർഗ്ഗത്തിന്റെ പകരക്കാട് ഇറങ്ങിപ്പണ്ട് ഈ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കുക ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മകത്വം വിബോധന സ്വർഗ്ഗയുടെ ഇറങ്ങിപ്പണ്ട് യേശുവിന്റെ നാമത്തിൽ. Oh, Jesus, 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 Rita, Radha, Rama, Rake, Rake, Radha. Oh, Rita, Radha, Rama, Rake, 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 Radha, Rama. വിവാദന ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഖമടക്കം എല്ലാ നാവും പാടും യേശു മാത്രമേ കർത്താവ്. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വിവാദന സ്വർഗ്ഗയുടെ ഇറങ്ങിപ്പാട്. Oh, Jesus, 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 യേശുവിന്റെ ജയം, Rita, Radha, Rama, Rake, Rake, Radha. இந்த பகலுக்காக சொர்க்கோட இறங்கிட்டு இறங்கிட்டு ആ ദൈവത്തിന്റെ ഭയങ്കര മകത്ത് വിഭാഗങ്ങളുടെ വ്യാപരിക്കുന്നു. ഓ ജീജ Rita, Radha, Rama, Rake, 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 Radha, Rama, Rake, Rake. ഓ ജീജ യേശുവിന്റെ ജയം, Salavida, Rija, Rika Bala, Rigo, ഇതുപോലെ ബാബ, ജീസസ്, Baba, Salavida, Rija, Re, Radha, Na, Jaka, Raka, Rake, Rake, Radha, Rama. വിബോധന ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ചലിക്കുകയാണ്. യേശുവിന്റെ നാമം വിബോധന സ്വർഗ്ഗയുടെ ഇറങ്ങിരിപ്പുണ്ട്. കുട്ടോളമല്ല അരളം പോരാ നീട്ടിട്ടല്ലാതെ കിടപ്പാ വയ്യാതെ വേണം. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. Oh, Jesus, യേശുവിന്റെ ജയം, Rita, Radha, Rama, Rake, Rake, Radha. Radha, Na, Jaka, Raka, Rake, Rake, Radha. Rita, Radha, Rama, Rake, Rake, Radha, Rama. കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഭയങ്കരമായ ദൈവമകത്തെ വെളിപ്പെടുകയാണ്. സ്വർഗ്ഗയുടെ ഇറങ്ങിരിപ്പുണ്ട്. കുട്ടോളമല്ല അരളം പോരാ നീട്ടിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാതെ വേണം. ആ ദൈവത്തിന്റെ ഭയങ്കര മകത്തോട് ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ. Oh, Jesus, Rama, Raka, Rake, Radha. Oh, Jesus, jayam. Oh, Rita, Radha, Rama, Rake, Radha, Rama, Rake. യേശുവിന്റെ ജയം, Rita, Radha, Rama, Rake. യേശുവിന്റെ ജയം, Salavida, Rija, Rika Bala, Rigo. ഇതുപോലെ ബാബ, Jesus, Baba, Salavida, Rija, Re, Rita, Radha, Rama, Rake, Radha, Rama. വിവാദന സ്വർഗ്ഗയുടെ ഇറങ്ങിക്കൊണ്ട് കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. ഒരു അസാധാരണമായ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നൽകിയിട്ട് സ്വർഗ്ഗം ഇറങ്ങി. ഇത് പകൽക്കാലം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യണം. എല്ലാ കെട്ടുകളും പൊട്ടി മാറുന്നു, എല്ലാ പ്രശ്നങ്ങളും മാറുന്നു, എല്ലാ ദുഃഖങ്ങളും അഴിഞ്ഞ് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം. നിങ്ങൾ ദുഃഖിക്കുന്ന ഞാൻ ഇങ്ങോട്ട് പറയാം. നിങ്ങൾ കണ്ണു തുറന്ന് കാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുനീരിലാണ്. നിങ്ങളുടെ പേര് ദൈവ ഭൂമാല അണിയിക്കുകയാണ്. പല വിഷയങ്ങളെ ഓർമ്മിച്ച് കരയുന്ന നിങ്ങളുടെ പേര് ദൈവ ഭൂമാല അണിയിക്കുന്നു. ആ വെളിപ്പാടുകൾ കണ്ടോ? വിബോധന ദൈവ ഭൂമാല അണിയിക്കുന്നു. ദൈവത്തിന് ഭയങ്കര മഹത്വം. വിബോധന വിഷണ്ണ മനസ്സ്, തകർന്ന മനസ്സുമായി ഇവിടെ ഇരിക്കുന്നു നിങ്ങളെ എന്റെ ദൈവ ഭൂമാല അണിയിച്ച് അതിനുമേൽ മേലാടെ അണിയിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ഇന്ന് പകൽക്കാലം യേശു തരികയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി യേശു തരുന്നു.
Jesus, 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 Rita Radha Rama Rake Rake Nada. Oh, Rita Radha 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 Rama Rake 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 Nada Rama. ഇത് പകൽക്കാലം കരഞ്ഞ് ദുഃഖിക്കുന്ന നിങ്ങളെ അവൻ പൂമാല അണിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ പൂമാല അണിയിക്കുന്നു. യേശുവിന്റെ പൂമാല അണിയിക്കുകയാണ്. വിമോചന യേശുവിന്റെ പൂമാല അണിയിക്കുന്നു. ഇതുപോലെ നിങ്ങൾ കരഞ്ഞതിന് ദൈവത്തിന്റെ പൂമാല അണിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം പൂമാല അണിയിക്കുകയാണ്. നിങ്ങളെ മേലാണ് അണിയിക്കുകയാണ്. നിങ്ങളുടെ മേൽ അവൻ ആനന്ദം നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. നിത്യാനന്ദം നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. നിത്യമായ ആനന്ദം നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. ഇനി നിങ്ങൾ കരയുന്നില്ല, ഇനി ദുഃഖിക്കുന്നില്ല. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി പകലിക്കാരോട് വ്യാപരിക്കുന്നു. ഓ ജീസസ് 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 ഇഷാ രാധാ രമ്മ രംഗേ 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 രാധാ രമ്മ. ഓ ഇഷാ രാധാ രമ്മ രംഗേ രംഗേ രാധാ രമ്മ. ഇന്ന് പകൽക്കാലം എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞ് നിങ്ങളുടെ ദുഃഖത്തിന് പകരം ഇവിടെ കയറി വന്നത്. നിങ്ങൾ ദുഃഖിച്ച് കരഞ്ഞാണ് കയറി വന്നത്. പക്ഷെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്റെ ദൈവം പൂമാല അണിയിച്ചാണ് ഇന്ന് പകൽക്കാലം പറഞ്ഞു വിടുന്നത്. നിങ്ങളുടെ ദുഃഖത്തിന് മറുപടി നിങ്ങൾ കാണും. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ദൈവം കാണും. നിങ്ങളുടെ വിഷണ്ണ മനസ്സിന് പകരം ദൈവം നിങ്ങളെ മേലാണ് അണിയിപ്പിക്കുകയാണ്. ഓ, നിങ്ങൾക്ക് ദൈവം മേലാണ് നിങ്ങൾ അണിയിപ്പിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് ദൈവം മറുപടി തന്നു കഴിഞ്ഞു. എവിടെ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടോ അവിടെ വലിയ ഓഹരി ദൈവം തരികയാണ്. എവിടെ നിങ്ങൾ നാണിക്കപ്പെട്ടോ അവിടെ ദൈവം ഇരട്ടി അവകാശം നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ മേൽ നിത്യമായ ആനന്ദം നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിത്യമായ ആനന്ദം ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. ഓ ജീസ രമ ശങ്കേ രഗേ നദ രമ ശങ്കേ ഫാതനെ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. സ്വർഗ്ഗം ഇറങ്ങിനിപ്പുണ്ട്. ഇപ്പോതന്നെ സ്വർഗ്ഗം ഇറങ്ങിനിപ്പുണ്ട്. മുട്ടോളമല്ല അരളം പോരാ, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാതെ വേണം. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. എന്റെ യേശു നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവേ, ഞാൻ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവൻ അത്ഭുതമായി മാറട്ടെ, ഇവർ അനുഗ്രഹമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബോധന സ്വർഗമേ, ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ബുദ്ധിമുട്ടും മാറട്ടെ, എല്ലാ കണ്ണുനീരും മാറട്ടെ, എല്ലാ ദുഃഖങ്ങളും അവരെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെട്ടതിനാ നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. വയറിന്റെ അകത്ത് വേദന ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, വയറിൻ്റെ വേദന ഭാരപ്പെടുന്ന എല്ലാവരെയും പോകുന്നു സൗഖ്യമായി ഞാൻ കണ്ടു. വയറിൻ്റെ അകത്ത് എല്ലാവരെയും പോകുന്നു വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. നടുവേനെല്ലാം മാറട്ടെ, കുറുക്കനെല്ലാം ഈ ബോധന വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. എല്ലാ അസ്വസ്ഥതയും ബോധന യേശുവിൻ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര വിടുതലുകൾ വ്യാപരിക്കട്ടെ. കർത്താവ് എല്ലാവരും സൗഖ്യമാവട്ടെ. കർത്താവ് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം സൗഖ്യമായിട്ട്, തൈറോയിഡുകൾ വിട്ടുമാറട്ടെ. ഭയങ്കരമായ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഇതത് സൗഖ്യമാവട്ടെ. ഇപ്പോൾ തലവേദന എല്ലാം മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ തലവേദന വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ജലദോഷം പനിയെല്ലാം വിട്ടുമാറണം. ഭയങ്കര സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പരിശുദ്ധ സംസർഗം കൊണ്ടായി ഇന്നലെ എപ്പോഴും നമ്മൾ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്ര ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഗോഡ് ബ്ലസ് യു. ദൈവത്തിലുള്ള ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.